ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നുള്ള തിയറി പാർട്ടും അതിനുശേഷം നമ്മൾ കോപ്പറേറ്റീവ് കൊളാബറേറ്റീവ് ലേണിംഗ് അങ്ങനത്തെ അപ്രോച്ചസും കോൺസെപ്റ്റ് മാപ്പിംഗ് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം വൈകാണ്ട് തന്നെ ക്ലാസ്സിലേക്ക് കയറാം. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അതിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ലെവ് വൈഗോട്സ്കി. നമുക്കറിയാവുന്ന കാര്യമാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്താണെന്നുള്ളത്. ഇപ്പൊ പഠനം ഒരു ആക്റ്റീവ് സോഷ്യൽ കൾച്ചറൽ പ്രോസസ് ആണെന്ന് അങ്ങനെ ഒരു ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് വൈഗോട്സ്കി ആയിരുന്നു. നമ്മൾ കൺസ്ട്രക്റ്റിവിസം എന്നുള്ളൊരു ഐഡിയോളജി വരുന്നത് എവിടെയാണ് നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന മെത്തഡോളജീസ് ഒക്കെ കുറച്ചുകൂടി ടീച്ചർ ഓറിയന്റഡ് ആയിരുന്നു. ഈ ഒരു ഐഡിയോളജി മുതലാണ് നമ്മൾ സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പൊ പഠനം ഒരു ആക്റ്റീവ് സോഷ്യൽ കൾച്ചറൽ പ്രോസസ് ആണ് എന്നുള്ള ആശയം മുന്നോട്ട് വെച്ച് വിപ്ലവകരമായിട്ടൊരു ആശയം തന്നെയായിരുന്നു. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച് ആ ഒരു ഐഡിയോളജിയിൽ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ആളാണ് വൈഗോട്സ്കി. ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള സോഷ്യൽ കൾച്ചറൽ ഇന്ററാക്ഷൻസിലൂടെയാണ്. ഇപ്പൊ ഒരു കുട്ടി ജനിച്ച് വീണ് ഫാമിലി എൻവയോൺമെന്റിൽ വളർന്നു വരികയാണ്. അപ്പോൾ വീട്ടിലുള്ള അംഗങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത് വഴിയാണ് കുട്ടിക്ക് ആദ്യത്തെ സോഷ്യലൈസേഷൻ കിട്ടുന്നത്. അതിനുശേഷം കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടെ അതേ പ്രായക്കാരുമായിട്ട് ഒന്നിച്ച് കളിക്കും, ശരിയല്ലേ? അതിനുശേഷം കുട്ടി പ്രീ സ്കൂൾ അങ്ങനെ സ്കൂളിംഗ് ഏജിലേക്ക് കിടക്കും. അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റേജിലും കുട്ടി പലതരത്തിലുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, പലതരം കൾച്ചറൽ ഇന്ററാക്ഷൻസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സോഷ്യൽ കൾച്ചറൽ ഇന്ററാക്ഷൻസ് ആണ് ആക്ച്വലി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നത്. ഇത് പറഞ്ഞത് വൈഗോട്സ്കിയാണ്. അപ്പൊ മനുഷ്യരുടെ വികാസത്തിൽ സോഷ്യൽ അതുപോലെ തന്നെ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇത് രണ്ടും വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പഠനം നടത്തിയ ആളായിരുന്നു വൈഗോട്സ്കി. ഏത് രണ്ട് ഫാക്ടേഴ്സ് ആണ്? സോഷ്യൽ ഫാക്ടറും കൾച്ചറൽ ഫാക്ടറും. ഇനി മീനിങ്ഫുൾ സോഷ്യൽ കോണ്ടെക്സ്റ്റ് പഠനത്തെ ഫലപ്രദമാക്കുന്നു എന്ന് വാദിച്ച ആളായിരുന്നു വൈഗോട്സ്കി. വെറും ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ല, മീനിങ്ഫുൾ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. എന്തായിരിക്കും ഈ മീനിങ്ഫുൾ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്? നമ്മൾ ക്ലാസ്സിൽ വെക്കുന്നത് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ്, ശരിയാണ്. പക്ഷെ കുട്ടി പഠിക്കുന്ന ലേണിംഗ് ആ ഒരു അവസ്ഥയിൽ, ലേണിങ്ങിന്റെ അവസ്ഥയിൽ ഇപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പാഠഭാഗം അത് അവന് മനസ്സിലാകുന്ന ഒരു രീതിയിലേക്ക്, അവന്റെ ഒരു സോഷ്യൽ എൻവയോൺമെന്റിലേക്ക് അഡാപ്റ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതായിരിക്കും കുട്ടിക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധനം നമുക്ക് വലുതാക്കി കാണാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും നല്ലതാണ് കുട്ടിക്ക് ഒരു മൈക്രോസ്കോപ്പ് നേരിട്ട് കണ്ട് അതിലൊരു ലീഫ് പാർട്ടോ എന്തെങ്കിലും ഒരു പാർട്ട് വലുതായിട്ട് കാണാൻ ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ സോഷ്യൽ കോണ്ടെക്സ്റ്റിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ പഠനത്തിന് അത് കുറച്ചുകൂടി ഫലപ്രദമാക്കുന്നുണ്ട്. ഇനി ഇതുകൂടാതെ ഡയലോഗ് എന്ന് പറഞ്ഞ സംവാദം നമ്മൾ മലയാളത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ, രണ്ടുപേരൊക്കെ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ വഴി പഠനം കുറച്ചുകൂടി സുഗമമായിട്ട് നടക്കും എന്ന ആശയം മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കിയാണ്. പഠനത്തില് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിന് നൽകിയ പ്രാധാന്യം പരിഗണിച്ച് വൈഗോട്സ്കിയുടെ സിദ്ധാന്തത്തിനെ വിളിക്കുന്ന പേരാണ് സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി. ഓക്കെ, അപ്പൊ ഇത്രയാണ് വൈഗോട്സ്കിയുടെ തിയറീസിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പൊ സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത തിയറി ആയിരുന്നു സോഷ്യോ കൾച്ചറൽ ലേണിംഗ് തിയറി, അല്ലെങ്കിൽ വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വൈഗോട്സ്കി മുന്നോട്ട് വെച്ച കുറച്ച് പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള സോഷ്യോ കൾച്ചറൽ പ്രോസസ്സാണ്. അത് കോഗ്നിറ്റീവ് പ്രോസസ്സ് മാത്രമല്ല, കോഗ്നിറ്റീവ് പ്രോസസ്സ് ആണെങ്കിൽ കൂടി അത് നടക്കുന്നത് ഏതിലൂടെയാണ്? സോഷ്യോ കൾച്ചറൽ ഇന്ററാക്ഷനിൽ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ കുട്ടി നടത്തുന്ന സോഷ്യൽ ഇന്ററാക്ഷനും കൾച്ചറൽ ഇന്ററാക്ഷനും വഴിയാണ് പഠനം എന്ന് പറയുന്നത് സാധ്യമാകുള്ളൂ. ഇനി എല്ലാ മെന്റൽ ആക്ടിവിറ്റീസും, ഫോർ എക്സാമ്പിൾ ഫോക്കസ്, ലോജിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സോഷ്യൽ കൾച്ചറൽ ഇന്ററാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്തു വന്നതാണ്. ഇപ്പൊ ലോജിക്കൽ തിങ്കിങ്, എങ്ങനെയാണ് ലോജിക്കൽ തിങ്കിങ് പോസിബിൾ ആവുന്നത്?
കുട്ടിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിന് പോസിബിൾ ആയിട്ടുള്ള ആൻസേഴ്സ് കുട്ടി കണ്ടെത്തുന്നുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് സെലക്ട് ചെയ്യലാണ് ലോജിക്കൽ തിങ്കിങ്ങിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നത്, അല്ലെ? അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏതാണോ അഡാപ്റ്റഡ് ആവാൻ പറ്റുന്നത്, മാക്സിമം പോസിബിലിറ്റി ഏതിനാണ്, അങ്ങനെ ഒരു തിരിച്ചറിവ് കിട്ടുന്നത് എങ്ങനെയാണ്? കുട്ടി ആ എൻവയോൺമെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. ഓക്കെ, പ്രോബ്ലം സോൾവിങ്. കുട്ടിയുടെ മുമ്പിലേക്ക് ഒരു പുതിയൊരു പ്രോബ്ലം നമ്മൾ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? കുട്ടിയുടെ ലേണിംഗ് കുറച്ചുകൂടി സുഗമമാകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലേണിംഗ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പ്രോബ്ലം കുട്ടിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ കുട്ടി എന്തായിരിക്കും ആദ്യം ചെയ്യാം? കുട്ടിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളും കുട്ടി കണ്ടുപരിചയിച്ച കാര്യങ്ങളും ആദ്യം ഒന്ന് കോർത്തു നോക്കും, കോർത്തിണക്കാനായിട്ട് നോക്കും. അങ്ങനെ കോർത്തിണക്കുന്നത് ഇഫക്റ്റീവ് ആകുമ്പോഴാണ് അതൊരു നോളജ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സോഷ്യൽ കൾച്ചറൽ ഇന്ററാക്ഷനിലൂടെ പ്രോപ്പർ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് ഒരുവിധം എല്ലാ മെന്റൽ ആക്ടിവിറ്റീസും. ഇത് അഭിപ്രായപ്പെട്ടത് വൈഗോട്സ്കിയാണ്. അപ്പൊ വൈഗോട്സ്കിയുടെ സ്വാധീന ഫലമായിട്ടുള്ള, അല്ലെങ്കിൽ വൈഗോട്സ്കിയുടെ ഈ ഒരു ഐഡിയോളജിയിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള കുറച്ച് പാഠ്യ പദ്ധതികളുടെ പേരുകളാണ് താഴെ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് കേട്ടിട്ടുണ്ടാവും. വൈഗോട്സ്കിയുടെ തിയറി ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള വേർഡാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അടുത്തത് കൾച്ചറൽ ടൂൾസ്, സാംസ്കാരിക ഉപകരണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും കൾച്ചറൽ ടൂൾസ്. മറ്റൊന്നാണ് സ്കഫോൾഡിങ്, കൈത്താങ് എന്ന് പറയുന്നത്. ഈ മൂന്ന് കോൺസെപ്റ്റും ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആരും ഓർക്കണം? വൈഗോട്സ്കിനെ ഓർക്കണം. അതിലെ ആദ്യത്തെ കോൺസെപ്റ്റിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. എന്താണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്? ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതാണ് ഒരു കുട്ടിയുടെ ഈ നിലവിലുള്ള അവസ്ഥ. ഓക്കെ, ഏറ്റവും താഴത്തെ കുട്ടി എത്തിച്ചേരേണ്ടത് ഇതിന് മുകളിലുള്ള ഒരു അവസ്ഥയിലേക്കാണ്. ഈ താഴത്തെ ലെവലിൽ നമ്മൾ ലെവൽ ഓഫ് കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഉള്ള കുട്ടിയുടെ അവസ്ഥ. ഇതിൽ നിന്ന് കുട്ടിക്ക് എന്ത് ചെയ്യണം? കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക്, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് എത്തിച്ചേരണം. ഇവിടെ താഴത്തെ ലെവലിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ക്രോസ് ചെയ്യണം. അങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് ചാടാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇവിടെ ക്രോസ് ചെയ്യാനായിട്ട് കുട്ടിക്ക് എന്ത് വേണ്ടി വരും? ഒരു കൈത്താങ് വേണ്ടി വരും, ഒരു സ്കഫോൾഡ് വേണ്ടി വരും. ആ സ്കഫോൾഡാണ് ടീച്ചറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ കുട്ടി 1 2 3 4 5 6 കൗണ്ട് ചെയ്യാനായിട്ട് പഠിച്ചു. അതാണ് നിലവിലുള്ള കുട്ടിയുടെ ലെവൽ ഓഫ് കോമ്പിറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജിലെ കുട്ടിക്ക് 1 + 1 1 + 2 ഇങ്ങനെ അഡീഷൻ ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പൊ കുട്ടിയുടെ അടുത്ത പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്തായിരിക്കും? അഡീഷൻ, അല്ലെങ്കിൽ ബേസിക് മാത്തമാറ്റിക്സ് സ്കിൽസ് അക്വയർ ചെയ്യാനുള്ളതാണ് ബേസിക്. അങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യലാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. അപ്പൊ 1 2 3 4 എണ്ണാൻ മാത്രം അറിയുന്ന കുട്ടിക്ക് ഈ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഈ ഹയർ ലെവലിലേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം? ഈ ഒരു ബരിയർ ക്രോസ് ചെയ്യണം, അല്ലെ? ആ ഒരു ബരിയർ ക്രോസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അച്ചീവ് ചെയ്യാനായിട്ട് കുട്ടിക്ക് സാധിക്കുന്ന എപ്പോൾ മാത്രമാണ്? ഒരു അസിസ്റ്റൻസ് കിട്ടുമ്പോൾ മാത്രമാണ്. ഒരു സ്കഫോൾഡ്, ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാനായിട്ട് ഒരു ഏണിപ്പടി പോലെ ഒരു കൈത്താങ് വേണം. ആ കൈത്താങ്ങായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ഓരോ ടീച്ചറുടെയും ഉത്തരവാദിത്വം. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കറന്റ് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയണോ? നമുക്കതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഓരോ സ്റ്റുഡൻസിനും, അല്ലെങ്കിൽ ഓരോ സ്റ്റുഡന്റിനും ഒരു പഠന മേഖലയിൽ കറന്റ് എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി വെച്ച് എത്തിച്ചേരാവുന്ന ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ട്. എന്നാൽ ഒരു മുതിർന്ന ആളുടെ ഹെൽപ്പോട് കൂടി, അല്ലെങ്കിൽ ആളുടെ ഗൈഡൻസോട് കൂടി കുട്ടിക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഹയർ ലെവലിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് എത്താം. ഈ ഹയർ ലെവലിനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് വിളിക്കുന്നത്. കറന്റ് എബിലിറ്റി ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ കഴിവ് ഉപയോഗിച്ച് കുട്ടിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കറന്റ് എബിലിറ്റി ലെവൽ. കുറച്ചുകൂടി ഒരു ഹെൽപ്പോട് കൂടി കുട്ടിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ. കറന്റ് എബിലിറ്റി ലെവലിനും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിനും
ഇടയിലുള്ള ഒരു സോണിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പറഞ്ഞത് ക്ലിയർ ആണോ? കറന്റ് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിനും ഇടയിലുള്ള ഒരു സ്പേസ്, ആ ഒരു ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്താ? എല്ലാവർക്കും ഈ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. ഓരോരുത്തരുടെയും പൊട്ടൻഷ്യൽ എബിലിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെയും ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഓരോ കുട്ടിയുടെയും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും ZPDയും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ടീച്ചർ എന്ത് കൊടുക്കാൻ? സ്കഫോൾഡിങ് അല്ലെങ്കിൽ സപ്പോർട്ട് കുട്ടിക്ക് കൊടുക്കാൻ. മനുഷ്യനെ ഡെവലപ്മെന്റിന്റെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിൽ പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നത് എന്തായിരിക്കും? കുട്ടിക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആയിരിക്കും. നിലവിൽ കുട്ടിയുടെ കയ്യിലുള്ള ഒരു ഹയർ കോഗ്നിറ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫങ്ഷൻ ഉപയോഗിച്ച് മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്തൊരു ലെവലിലേക്ക് കടക്കാനായിട്ട് പറ്റും. അങ്ങനെ കടക്കണം എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആരുടെ ഹെൽപ്പ് വേണം? അവിടെ ഒരു ടീച്ചറുടെയോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി നോളജ് ഉള്ള ഒരാളുടെ ഒരു ഗൈഡൻസ് വേണ്ടി വരും. അങ്ങനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സ്കഫോൾഡിങ് എന്നൊക്കെയുള്ള ബേസിക് ടേംസ് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ടേം ആണ് കൾച്ചറൽ ടൂൾ. എന്താണ് കൾച്ചറൽ ടൂൾ? മനുഷ്യര് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് 2 തരം കൾച്ചറൽ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അതിൽ 2 ടൂൾസിന്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കിയേ, ഒന്നാമത്തെ ടൂളാണ് ടെക്നിക്കൽ ടൂൾ. ടെക്നിക്കൽ ടൂളും രണ്ടാമത്തെ ടൂളിന്റെ പേര് സൈക്കോളജിക്കൽ ടൂൾ. ടെക്നിക്കൽ ടൂളിന് അവിടെ എക്സാമ്പിൾ എന്താണെന്ന് നോക്കിയേ. നമ്മൾ ഒരു സാധനം പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലേറ്റേഴ്സ് ഉപയോഗിക്കാം, കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കാം, ബുക്സ് ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ഫിസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളെയാണ് ടെക്നിക്കൽ ടൂൾസ് എന്ന് പറയുന്നത്. ഇനി ഇതല്ലാണ്ട് സൈക്കോളജിക്കൽ ടൂൾസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലാംഗ്വേജ് ഉപയോഗിക്കാറുണ്ട്, എഴുത്തുവിദ്യ അത് ഒരു മെത്തേഡാണ്, മാത്തമാറ്റിക്കൽ സിംബൽസ് അതൊക്കെ സൈക്കോളജിക്കൽ ടൂൾസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള 2 തരം ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് മനുഷ്യർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക? പുതിയൊരു ലേണിംഗ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഒരാൾ മറ്റൊരാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അയാൾക്ക് ലാംഗ്വേജ് ഇല്ലാതെ പറ്റില്ല. അപ്പൊ ആ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് സെക്ഷനിൽ പോയി? സൈക്കോളജിക്കൽ ടൂളിലേക്ക് പോയി. ഇനി അങ്ങനെ ഇന്ററാക്ട് ചെയ്യാനായിട്ട് ഇയാൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ മീഡിയംസ് ഉണ്ടല്ലോ, ഫിസിക്കൽ മീഡിയംസിനെ നമുക്ക് ഏതിലേക്ക് ഉൾപ്പെടുത്താം? ടെക്നിക്കൽ ടൂൾസിലേക്ക് ഉൾപ്പെടുത്താം. ഇങ്ങനെ 2 തരത്തിലുള്ള ടൂൾസ് ആണ് ഒരു മനുഷ്യൻ സോഷ്യൽ ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ് ഇൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ യൂസിങ് കൾച്ചറൽ ടൂൾ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടൂൾ, ഇതിനെയാണ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൾച്ചറൽ ടൂളോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടൂളോ ഉപയോഗിച്ച് എക്സിസ്റ്റിംഗ് ആയ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുന്ന പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നത്? ലേണിംഗ് എന്ന് വിളിക്കുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നിലവിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഒരു പുരോഗമനം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ആ പുരോഗമനം കൊണ്ടുവരാനായിട്ട് അങ്ങനെ എളുപ്പത്തിൽ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ നമുക്ക് സാധിച്ചൊന്നും വരില്ല. അപ്പോ ഇതിനെ പക്ക മലയാളത്തിൽ പറയുകയാണെങ്കിൽ മാനസിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാനസിക ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ് പഠനം എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെന്റൽ എബിലിറ്റി ആണല്ലോ. ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ടൂൾ ഉപയോഗിച്ച് മെന്റൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിനെ ലേണിംഗ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ടേം നമ്മൾ കേട്ടത് ഏതായിരുന്നു? സ്കഫോൾഡിംഗ് ആയിരുന്നു. സ്റ്റുഡന്റ് തന്റെ കഴിവ് ഉപയോഗിച്ച് പരമാവധി മുന്നേറാൻ കുട്ടീനെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ് ആക്ച്വലി സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടിക്ക് തനിയെ നിന്ന് പ്രവർത്തിച്ചാൽ മതി. അങ്ങനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ബേസിക് ഒരു സാധനം വേണ്ടി വരുമല്ലോ, ഒരു സ്കില്ല് അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്. ആ ഹെൽപ്പിന് ഒരു താൽക്കാലിക സഹായത്തിനെയാണ് വൈഗോട്സ്കി സ്കഫോൾഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ തനിയെ കുട്ടിക്ക് വർക്ക് ചെയ്യാനായിട്ട് നൽകുന്ന ഒരു ടെമ്പററി സപ്പോർട്ട് മാത്രമാണ് സ്കഫോൾഡിംഗ്.
ലേണർ നോളജ് കൺസ്ട്രക്ഷൻ സ്വന്തമായിട്ട് നടത്താൻ ഏബിൾ ആകുന്നത് വരെ, അത് എത്ര കാലം എടുക്കും എന്നുള്ളത് ഓരോ കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു പീരീഡ് വരെ നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കണം? സ്കഫോൾഡിങ് കൊടുത്തുകൊണ്ടിരിക്കണം. വൺസ് കുട്ടിക്ക് സ്വന്തമായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റി വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു എന്നൊരു തിരിച്ചറിവ് ടീച്ചർ ഉണ്ടായി കഴിഞ്ഞാൽ ടീച്ചർ എന്ത് ചെയ്യണം? കൊടുക്കുന്ന സ്കഫോൾഡിങ് കുറച്ച് കുറച്ച് കൊണ്ടുവരണം. ക്ലിയർ ആണോ? അപ്പോ തന്നെ ചെയ്യാനായിട്ട് പ്രാപ്തിയാകുന്നത് വരെ കുട്ടിയെ എന്ത് ചെയ്യണം? നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. 1, 2, 3, 4 കൗണ്ട് ചെയ്യാനായിട്ട് പഠിച്ച കുട്ടി സ്വാഭാവികമായിട്ടും ഒരു ഹെൽപ്പ് ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? കുട്ടിക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. അറ്റ് ദ സെയിം ടൈം കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ കുറയ്ക്കാൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്ഷനുകളിൽ കുട്ടിക്ക് എന്ത് കൊടുത്താൽ മതി? മിനിമം സ്കഫോൾഡിങ് കൊടുത്താൽ മതി. കാരണം എന്താ? ബേസിക് ആയിട്ടുള്ള ന്യൂമറിക്കൽ സ്കിൽസ് ഒക്കെ കുട്ടിക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമ്മളിപ്പോ ഭിന്നസംഖ്യകൾ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പഠിപ്പിക്കാന്ന് വിചാരിക്കാം. അവിടെ ഭിന്നസംഖ്യനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഫ്രാക്ഷനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കുട്ടീനെ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. കൂട്ടാനും കുറയ്ക്കാനും കുട്ടിക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അവിടെ കൊടുക്കേണ്ട സപ്പോർട്ട് എന്ത് മാത്രമാണ്? ഭിന്നസംഖ്യകളെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യൽ മാത്രമാണ് അവിടെ കൊടുക്കേണ്ട സ്കഫോൾഡിങ്. ഓക്കെ, അപ്പൊ അങ്ങനെ കുട്ടിയുടെ ലെവല്, സ്വന്തമായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഒരു ലെവല് എത്തുന്നത് വരെ നമ്മൾ സ്കഫോൾഡിങ് കൊടുക്കുകയും വേണം. അങ്ങനെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സ്കഫോൾഡിങ് പതിയെ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണ്? ലേണർ നോളജ് കൺസ്ട്രക്ഷൻ സ്വന്തമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. ഇനി പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ സ്കഫോൾഡിങ്സ് എന്തായാലും കൊടുത്തേ പറ്റുള്ളൂ. ആ സ്കഫോൾഡിങ്ങിന് ഉപയോഗിക്കുന്ന കുറച്ച് മെത്തേഡ്സ് നോക്കിയേ. ഒന്ന്, യൂസിങ് അക്വയർഡ് നോളജ്, ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച്. കുട്ടിക്ക് ഇതിങ്ങനെയാണ്, ഇത് ഇന്ന ലോയാണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിപ്പിക്കാം. അങ്ങനെയുള്ള അക്വയർഡ് നോളജ് ആകാം. 2, കുട്ടിക്ക് ഒരു പർട്ടിക്കുലർ വിഷയത്തെ കുറിച്ച്, ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ കുറിച്ചുണ്ടായ എക്സ്പീരിയൻസസ് പങ്കുവെക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് സ്കഫോൾഡ് ചെയ്യാം. ഇനി പ്രസന്റ് പാർഷ്യൽ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പകരം എന്ത് ചെയ്യുക? പാർഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീസ് കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കാം. നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ അതിൽ എഴുതി വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും പലരും അഭിപ്രായങ്ങൾ പറയുന്ന രീതിയിലൊക്കെ ആയിരിക്കും. ഇപ്പോൾ 6ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 6ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്സിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ തമ്മിൽ സംഭാഷണം നടത്തുന്ന രീതിയിൽ കുറച്ച് ഫ്രാക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർ തമ്മിലുള്ള ഡിസ്കഷനിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? അപ്പൊ അവിടെ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് വഴി സ്കഫോൾഡിങ് തന്നെയാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇനി ഇതുകൂടാതെ എസെൻഷ്യൽ ആയിട്ടുള്ള ഹിൻസ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് പഠിച്ച ഒരു ടോപ്പിക്കിന്റെ ഒരു 3 ഇൻഡിക്കേറ്റേഴ്സ് അവിടെ ഉണ്ടാവും. ആ ഇൻഡിക്കേറ്റേഴ്സിന് കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടെത്താനായിട്ട് കുട്ടിക്ക് പറ്റിക്കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഒരു മാസ്റ്ററി കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു സെക്ഷനിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ട് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം, എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാം, തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ഗൈഡ് ലൈൻസ് കൊടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ എന്ത് നടത്താം? സ്കഫോൾഡിങ് പ്രൊവൈഡ് ചെയ്യാം. എന്തായിരിക്കും ഈ തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ്? ചില സാധനങ്ങൾ പഠിപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് റിവേഴ്സ് നടക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കുട്ടി എന്ത് ചെയ്യുള്ളൂ? റിവേഴ്സ് ചിന്തിച്ച് തുടങ്ങുള്ളൂ. സ്വന്തമായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ശേഷി കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുള്ളൂ. അപ്പൊ എത്ര കാലം വരെ നമ്മൾ ഈ സ്കഫോൾഡിങ് കൊടുത്തുകൊണ്ടിരിക്കണം? അതാണ് ഇവിടെ ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. കുട്ടിക്ക് സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡി സാധ്യമാകുന്ന പീരീഡ് വരെ ടീച്ചർ എന്ത് കൊടുക്കണം? ഒരു സ്കഫോൾഡിങ്, ഒരു കൈത്താങ്ങ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്കഫോൾഡിങ്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, പിന്നെ അതുപോലെ തന്നെ അതിന് തൊട്ടുമുമ്പ് പഠിച്ചത് കൾച്ചറൽ ടൂൾസ്. ഇത്രയും കാര്യങ്ങളാണ് വൈഗോട്സ്കിയുടെ തിയറിയുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട കുറച്ച് ടേംസ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും പോയിന്റ്സ് ഒന്നുകൂടി പറയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി, നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയാം. സംശയമൊന്നുമില്ല, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അടുത്തത് വൈഗോട്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് പഠന രീതികളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വൈഗോട്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് പഠന രീതികൾ. അതിലെ ഒന്നാമത്തെ മെത്തേഡാണ് ഗ്രൂപ്പ് ലേണിംഗ്. നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ നടത്താറുണ്ട്. നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയ സമയത്തും കമ്മീഷന്റെ സമയത്ത് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആക്ച്വലി ഒരു ഗ്രൂപ്പ് ലേണിംഗ് പോസിബിൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നടത്തുന്നത്. ഓക്കെ, അപ്പോ എന്താണ് ഗ്രൂപ്പ് ലേണിംഗ്? പഠനം നടക്കുന്ന അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്ന സോഷ്യൽ കോണ്ടെക്സ്റ്റും അതോടൊപ്പം അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും എന്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്? ലേണിംഗ് പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്ന് പറയുന്നത്? ഒരു ഗ്രൂപ്പ് ലേണിംഗ് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ള എല്ലാവരും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കണം, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വേണം. ഒപ്പം അവരിയ്ക്കുന്ന അല്ലെങ്കിൽ അവർ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിന്റെ സോഷ്യൽ കോണ്ടെക്സ്റ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ ഗ്രൂപ്പിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെയും അഭിപ്രായങ്ങൾ ഒന്നായിക്കൊള്ളുന്നില്ല. 10 പേര് ചിലപ്പോൾ 10 അഭിപ്രായം പറയാം. അപ്പൊ മറ്റുള്ളവരുടെ നിലപാടുകൾ മനസ്സിലാക്കാനും അവരുദ്ദേശിക്കുന്നത് എന്താണ്, അവരുടെ ഐഡിയ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാണ്ട് നമ്മുടെ ഒരു ഐഡിയ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനും എവിടെ എബിലിറ്റി ഉണ്ടാവണം? ഈ ഒരു പ്രക്രിയയിലൂടെ ഡെവലപ്പ് ചെയ്ത് വരണം. ഇപ്പൊ ലേണേഴ്സിന് പരസ്പരം സംസാരിക്കാൻ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ, ഇനി ആ ഒരു പ്രോബ്ലത്തിന് നമ്മുടെ ഗ്രൂപ്പിലുള്ള മറ്റു പലരും കാണുന്ന വിധം എങ്ങനെയാണ്, അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനും, അങ്ങനെ മൊത്തത്തിലൊരു സോഷ്യൽ ഒരു ഇന്ററാക്ഷൻ പോസിബിൾ ആകണമെങ്കിൽ എന്ത് തന്നെ വേണം? ഈ ഒരു ഗ്രൂപ്പ് ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് നടക്കണം. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് പങ്കുവച്ചതാണ് ഡയലോജിക്കൽ ലേണിംഗ്, ഡയലോഗ് വഴിയുള്ള ലേണിംഗ്. ഇപ്പൊ ഹയർ ലെവൽ ലേണിംഗ് നടക്കാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഡയലോഗ്. ഈ ആശയങ്ങൾ ഉന്നയിക്കാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ചർച്ച ചെയ്യും. ഒപ്പം ചർച്ചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു പ്രോബ്ലത്തിന് 2 ഉത്തരങ്ങൾ വരണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യം ഉണ്ടായത്? ഇതാണ് സംശയം. ഈ സംശയത്തിൽ 2 ഭാഗങ്ങൾ ഉണ്ടാവും, ശരിയല്ലേ? കോഴിയാണോ ആദ്യം ഉണ്ടായെന്ന് വാദിക്കുന്നവരുണ്ടാവും, മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് വാദിക്കുന്നവരുണ്ടാവും. 2 ആശയങ്ങളും ഉന്നയിക്കാം. ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ആശയങ്ങൾ ഇതിലേതാണോ അതിനെ ന്യായീകരിക്കാം. ന്യായീകരിക്കുന്നത് എങ്ങനെയായിരിക്കണം? കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ചോദ്യങ്ങൾ വരും. സ്വാഭാവികമായിട്ടും യോജിപ്പുണ്ടാകാം, വിയോജിപ്പുണ്ടാകാം, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ടാകാം, അങ്ങനെ പല പല കാര്യങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഇപ്പോ ഒരാളുടെ ഐഡിയയോട് മറ്റൊരാൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലേ എന്നുള്ളതൊക്കെ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? സാധാരണഗതിയിൽ എഫക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങള്, വിയോജിപ്പുകള്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയോളജീസ്, ഇതിനോട്
ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ഒന്നിച്ചു വരുന്നത് എവിടെയാണ്? ഈ ഡയലോജിക്കൽ ലേണിംഗിലാണ്. ഓക്കെ. അപ്പൊ ഫലപ്രദമായിട്ട് നടപ്പിലാക്കപ്പെടുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി, അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സിൽ കൂടെ തന്നെയാണ് ഒരു കുട്ടിയുടെ നോളജ്, അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു പെർസെപ്ഷൻ കുറച്ചുകൂടി ഡീപ്പർ ആയിട്ട് പോവുകയുള്ളൂ. അപ്പോ ഈ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് മെത്തേഡ്സ് അവിടെ തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയേ. ഗ്രൂപ്പ് ഡിസ്കഷൻ, ജനറൽ ഡിസ്കഷൻ, പാനൽ ഡിസ്കഷൻ, സെമിനാർ, സിംപോസിയം, ഡിബേറ്റ്. ഇതൊക്കെ ഒരു ഡയലോജിക്കൽ ലേണിംഗിന് പറ്റിയ ക്ലൈമറ്റ് ആണ്. ഈ ഒരു പ്രവർത്തനങ്ങളെല്ലാം സാധാരണഗതിയിൽ കോൺവെർസേഷണൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ ഫോറം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഈ ഒരു മെത്തേഡ്സിനൊക്കെ ഈ ഒരു പേരിൽ കോമൺ ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ ഡയലോഗ് എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണമല്ല, മറിച്ച് ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാനും അല്ലെങ്കിൽ അതിന് ഉണ്ടാകുന്ന രണ്ട് പോസിബിൾ ഉത്തരങ്ങൾ ഉണ്ടെങ്കിൽ അതിലേതാണ് ശരി എന്ന് തെളിവ് നിരത്തി ന്യായീകരിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ് ആക്ച്വലി. ഓക്കെ. നമ്മൾ സാധാരണ ഡിബേറ്റുകളൊക്കെ ക്ലാസ് റൂം എൻവയോൺമെന്റിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഡിബേറ്റിൽ രണ്ട് സെക്ഷൻ ആയിട്ട് ഉണ്ടാവുമല്ലോ, രണ്ട് ആശയങ്ങൾ പങ്കുവെക്കുന്നവരുണ്ടാവും അല്ലെ. അതിലെ ആശയങ്ങളെ അവര് ന്യായീകരിക്കും. ഇപ്പൊ രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4ഉം അഗെയിൻസ്റ്റും ആണെന്നുണ്ടെങ്കിൽ 4 പറയുന്നവർ എന്ത് ചെയ്യും? ഈ ഒരു ഐഡിയനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് പറയും. അതേസമയം എഗെയിൻസ്റ്റ് ഉള്ളവർ എന്തായിരിക്കും ചെയ്യുക? അവരുടെ ആശയങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് കളക്ട് ചെയ്തിട്ടായിരിക്കും പറയാം. ഈ സെയിം മെത്തേഡ് തന്നെയാണ് ഈ ഒരു ഡയലോഗ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് മെത്തേഡ്, കൊളാബറേറ്റീവ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട്. തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. അടുത്തതാണ് കൊളാബറേറ്റീവ് ലേണിംഗ്. പല കഴിവുള്ള കുട്ടികളായിരിക്കും അല്ലെങ്കിൽ പല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. അപ്പൊ അവരുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നം, ഒരു പ്രോബ്ലം പരിഹരിക്കാനായിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കും. സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കും, പരസ്പരം ഇന്ററാക്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴിയായിട്ട് കുട്ടികൾ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ആദ്യത്തെ ലെവലിലേക്ക് കിടക്കും. അപ്പൊ ഈ ഒരു പ്രക്രിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പിന് പൊതുവായിട്ടൊരു കോമൺ ആയിട്ടൊരു എയിം ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിന്റെ ലക്ഷ്യം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ടും കുട്ടികളെ ഗ്രൂപ്പ് തിരിക്കണം. ഗ്രൂപ്പ് തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്നും പല നിലവാരത്തിലുള്ള, ഇപ്പൊ ചിലർ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ചിലർ ആവറേജ് ഉണ്ടാവും, ചിലർ ബിലോ ആവറേജ് ഉണ്ടാവും. അങ്ങനെ എല്ലാ ടൈപ്പ് കുട്ടികളും ഒരു ഗ്രൂപ്പിൽ വരത്തക്ക വിധത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഗ്രൂപ്പ് തിരിക്കാൻ. ഇനി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമത്തില് ഓരോ കുട്ടിയും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ പഠിക്കും. ഇത് കൂടാണ്ട് അറിയാത്ത ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിക്കും അല്ലെ. അപ്പൊ സ്വന്തമായിട്ട് പഠിക്കുകയും ചെയ്യും, മറ്റൊരംഗത്തിന് പഠനത്തെ സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെ പരസ്പരം പങ്കുവെച്ചും പരസ്പരം ഇന്ററാക്ട് ചെയ്തും പരസ്പരം നോളജ് മെച്ചപ്പെടുത്തിയും കുട്ടികൾ എന്ത് ചെയ്യും? നോളജ് കൺസ്ട്രക്ട് ചെയ്ത് വരും. ഈ ഒരു പ്രോസസ്സിൽ ചിലപ്പോൾ പല സമയത്തും ടീച്ചർ എന്ത് ചെയ്യേണ്ടി വരും? സ്കഫോൾഡിങ് കൊടുക്കേണ്ടി വരും. അങ്ങനെ എപ്പോഴൊക്കെയാണോ ആവശ്യമുള്ളത് ആ ഘട്ടത്തിലൊക്കെ ടീച്ചറിന്റെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ പ്രത്യേകത എന്ത് തന്നെയാണ്? ഗ്രൂപ്പിൽ 10 പേരുണ്ടെങ്കിൽ 10 പേരുടെ കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും അവരുടെ തോട്ട് പ്രോസസ്സുകളും അവരുടെ ചിന്തിക്കുന്ന രീതിയും അവരെങ്ങനെയാണ് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഒരു ഐഡിയയുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടണം. ഗ്രൂപ്പിൽ 10 പേരുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് മറ്റു 9 പേരുടെ ഐഡിയയും തന്റെ ഐഡിയയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ തന്റെ ഐഡിയയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, തനിക്ക് എങ്ങനെയൊക്കെ മാറ്റിയാലാണ് ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനായിട്ട്, സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനുള്ള എബിലിറ്റി കിട്ടുക എന്ന് കുട്ടി സ്വന്തമായിട്ട് അങ്ങനെ ഒരു അറിവ് ഗെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് അനാലിസിസ് നടത്താനുള്ള കുട്ടിയുടെ ഒരു എബിലിറ്റി ഇവിടെ ഷാർപ്പൻ ചെയ്യപ്പെടുകയാണ്. കുട്ടിക്ക് സ്വയം വിലയിരുത്താനുള്ള എബിലിറ്റി ഉണ്ടാവും. അതുകൂടാതെ ഗ്രൂപ്പിലുള്ള മറ്റുള്ളവരെ വിലയിരുത്താനും എബിലിറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഹൈലി ഹെട്രോജീനിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ ആയിരിക്കണം നമ്മൾ ഈ ഒരു മെത്തേഡിന് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. ഇവർ വരുന്നത് പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായതുകൊണ്ട്
കൂടെയുള്ള കുട്ടികളോട് വളരെ ആരോഗ്യകരമായിട്ട് വളരെ ഹെൽത്തി ആയിട്ടൊരു ഇന്ററാക്ഷൻ നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് കുട്ടികളുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരും. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കുട്ടികളിൽ ഉണ്ടാവുക. ഇത് കൂടാതെ കുട്ടികൾക്ക് നമ്മുടെ താല്പര്യങ്ങൾ മാത്രമല്ല മറ്റൊരാളുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിച്ച് അവർക്ക് കൂടി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കാനും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ഉള്ളൊരു എബിലിറ്റി ഡെവലപ്പ് ചെയ്യും. ചുരുക്കി പറഞ്ഞൊരു ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എവിടെ ഡെവലപ്പ് ചെയ്തു വരും? ഈ ഒരു മെത്തേഡിലൂടെ ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് കോപ്പറേറ്റീവ് ലേണിംഗിലേക്ക് കടക്കാൻ പോവാണ്. ഇതുവരെ 3 മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. ഓരോ മെത്തേഡ്സും ഒന്നിൽ നിന്ന് ഒന്ന് ഡിഫറെന്റ് ആണ്. ആകെ കോമൺ ആയിട്ട് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഇതൊരു സോഷ്യൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റിൽ കുട്ടികളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണെന്ന് മാത്രമാണ് നമുക്ക് കോമൺ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ പ്രോസസ്സിലും ഗ്രൂപ്പ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ അതിന്റെ മെത്തേഡ്സ് ഡിഫറെന്റ് ആണ്. നമ്മൾ പറഞ്ഞ മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? ഗ്രൂപ്പ് ലേണിംഗ് പറഞ്ഞു, ഡയലോജിക്കൽ മെത്തേഡ് പറഞ്ഞു, കൊളാബറേറ്റീവ് ലേണിംഗ് പറഞ്ഞു. ഫോർത്ത് വൺ ആണ് കോപ്പറേറ്റീവ് ലേണിംഗ്. കോപ്പറേറ്റീവ് ലേണിംഗും കൊളാബറേറ്റീവ് ലേണിംഗും കേൾക്കുമ്പോൾ നമുക്ക് സിമിലർ ആയിട്ട് തോന്നും. പക്ഷെ ഇവർ തമ്മിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന് വൈഗോട്സ്കി നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് കോപ്പറേറ്റീവ് ലേണിംഗ്. കുട്ടിയുടെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിനെ സ്വാധീനിക്കാനായിട്ട് ഏറ്റവും അധികം പവർ ഉണ്ട് എന്ന് വൈഗോട്സ്കി വിശ്വസിച്ചിരുന്ന ഒരു മെത്തേഡാണ് കോപ്പറേറ്റീവ് ലേണിംഗ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ഒരേ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഈ ഒരു മെത്തേഡിൽ കുട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതോടുകൂടി ഒരു കോപ്പറേഷൻ ഉണ്ടാവും കുട്ടികളുടെ ഇടയിൽ, അല്ലെ? ആ ഒരു കോർപ്പറേറ്റീവ് അല്ലെങ്കിൽ ഒരു പരസ്പരം ആശ്രയിച്ചാൽ മാത്രമാണ് ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു അവസ്ഥ, ആ ഒരു ബോധം, അതാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനെ പരസ്പരം സഹായിക്കാനും അങ്ങനെ പരസ്പരം പ്രോബ്ലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുണ നൽകാനുമായിട്ട് ഹെൽപ്പ് ചെയ്യാം. കോപ്പറേറ്റീവ് ലേണിംഗിന്റെ മെത്തേഡിൽ മറ്റൊരു പ്രത്യേകത എന്താണ്? മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനും സഹായം നൽകാനും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിക്കാനും, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യേണ്ടി വരും? കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള മെത്തേഡ്സിൽ കൂടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുമാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാന ലക്ഷ്യം എന്ത് തന്നെയാണ്? ലേണിംഗ് പ്രോസസ്സിൽ കുട്ടികളെ സജീവമായി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പറഞ്ഞ മെത്തേഡ്സിന്റെ എല്ലാം ഒരു പൊതുവായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ ഓരോ മെത്തേഡും ചെയ്യുന്ന രീതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറെന്റ് ആണ്. ഗ്രൂപ്പ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാര്യത്തിനെ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും പഠിക്കുന്ന ഒരു മെത്തേഡാണ്. ബേസിക്കലി ഒരേ കാര്യം തന്നെയായിരിക്കും എല്ലാവരും പറയുന്നുണ്ടാവുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവുക. പക്ഷെ കോപ്പറേറ്റീവ് കൊളാബറേറ്റീവ് മെത്തേഡിൽ, ഇപ്പൊ കോപ്പറേറ്റീവ് മെത്തേഡ് ആണെങ്കിൽ ഒരു കോമൺ പോയിന്റിലേക്ക് 10 പേരുള്ള ഗ്രൂപ്പിൽ 10 പേരും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. കൊളാബറേറ്റീവ് ലേണിംഗിന്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ഒരു കോമൺ തീമിലേക്ക് മറ്റുള്ളവർ കൊളാബറേറ്റ് ചെയ്യാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള ആശയങ്ങൾ പങ്കുവെച്ച് പോവുകയാണ്. ഇത് കൂട്ടിച്ചേർത്ത് ഓൾ ടുഗദർ ഒരു കോമൺ ഒരു ഐഡിയ ആയിട്ട് പുറത്തേക്ക് വരാം. ഇതാണ് ബേസിക്കലി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ബേസിക്കലി ഒരു സിമിലാരിറ്റി ആയിട്ട് വരുന്നുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് റെസിപ്രോക്കൽ ടീച്ചിങ്. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ നമ്മൾ പറഞ്ഞ 4 കാര്യങ്ങളും ഒന്ന് ഓടിച്ച് വായിച്ചു നോക്കാം, എന്നിട്ട് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. ഒരു 2 മിനിറ്റ് സമയം തരാം. അപ്പൊ എല്ലാവരും ഈ ഒരു 4 കാര്യങ്ങൾ ഒന്ന് വായിക്കാം കേട്ടോ.
എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇതിനോട് ചേർന്ന് തന്നെ പോകുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് റീഡിങ് പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് വൈഗോട്സ്കിയുടെ ഐഡിയോളജീസിന്റെ പിൻബലത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു മെത്തേഡാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുകയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സഹപഠന സംഘം എന്നൊക്കെ പറയും. ഒരു ക്ലാസ്സിൽ തന്നെയുള്ള കുട്ടികളെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. അതില് കുറച്ച് നന്നായിട്ട് വായിക്കാൻ അറിയുന്ന കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് ഇന്റലിജന്റ് അല്ലെങ്കിൽ ബ്രൈറ്റ് എന്നൊക്കെ പറയുന്ന കുട്ടികൾ, സ്വാഭാവികമായിട്ട് ഒരു ക്ലാസ്സിൽ എബോവ് ആവറേജ് കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളെ ഓരോ ഗ്രൂപ്പിനും ലീഡർ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വായന ബാക്കിയുള്ളവരെയും കൂടി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന കുട്ടികളുടെ സഹായത്തോടു കൂടി ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും റീഡിങ് പ്രാക്ടീസ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഇതിന്റെ മെത്തേഡ്. ഇതേ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനും ഉപയോഗിക്കാം. റെസിപ്രോക്കൽ ടീച്ചിങ്ങിൽ പ്രധാനമായിട്ടും 4 സ്റ്റെപ്സ് ആണ് വരുന്നത്. ഒന്നാമത്തെയാണ് ക്വസ്റ്റ്യനിങ്. ക്വസ്റ്റ്യനിങ് എന്ന് പറയുന്ന മെത്തേഡിൽ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ആദ്യം തന്നിരിക്കുന്ന സിറ്റുവേഷൻസിന്, തന്നിരിക്കുന്ന പ്രോബ്ലം എന്താണെന്നുള്ളത് അതിനെ ഒരു ചോദ്യം ചെയ്യുന്ന മനോഭാവത്തോടു കൂടി അപ്രോച്ച് ചെയ്യണം. 2, ആ ചോദ്യത്തിനൊക്കെ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടാകും കുട്ടികൾ. ആ ഉത്തരങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ഗ്രൂപ്പിൽ 10 പേര് 10 അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർത്ത് ഒരു സമ്മറി പോലെ ഡെവലപ്പ് ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പിൽ എക്സ്പ്ലെയിനിങ് ആണ്. എക്സ്പ്ലെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയ സമ്മറി വെച്ചിട്ട് എന്താണ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് പോസിബിൾ സൊല്യൂഷൻ എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് പ്രെഡിക്റ്റിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചിക്കൽ. സ്വാഭാവികമായിട്ടും ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റു പല പ്രോബ്ലംസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാസ്കൽസ് ലോ പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ. പാസ്കൽസ് ലോ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന പല പല സാധനങ്ങളുണ്ട് അല്ലേ? അപ്പോൾ കുട്ടി എക്സ്പ്ലെയിൻ ചെയ്തെടുത്ത പാസ്കൽസ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് കുട്ടിക്ക് എന്ത് പ്രെഡിക്റ്റ് ചെയ്യാം? അത് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന മറ്റ് സാധനങ്ങളുടെ വർക്കിംഗ് പ്രെഡിക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ഫോഴ്സ് കൊടുത്തിട്ട് നമ്മൾ വലിയ വസ്തുക്കളെ പൊക്കുന്നതോ അല്ലെങ്കിൽ നീക്കം ചെയ്യുന്നതോ ആയിട്ടുള്ള അങ്ങനത്തെ ഫിനോമിനാസ് കുട്ടിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി എവിടെ ഡെവലപ്പ് ചെയ്യും? ഈ ഒരു മെത്തേഡിൽ കൂടെ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ 4 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പുകളുടെ പേരുകളാണ് അറിഞ്ഞിരിക്കുന്നത് കേട്ടോ. 1 ക്വസ്റ്റ്യനിങ്, 2 സമ്മറൈസിങ്, 3 എക്സ്പ്ലെയിനിങ്, 4 പ്രെഡിക്റ്റിംഗ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് ഏതാണ് ശരി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ആ 4 സ്റ്റെപ്പുകളൊന്ന് വായിച്ചു വെക്കാം കേട്ടോ. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. മലയാളത്തിൽ നമ്മൾ അനുഭവാധിഷ്ഠിത പഠനം എന്നൊക്കെയാണ് പറയാറ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഇപ്പൊ കുട്ടികൾക്ക് അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്ന ഒരു എൻവയോൺമെന്റിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടിയുടെ മുമ്പിൽ വന്ന പ്രോബ്ലത്തിനെ ബെറ്റർ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന എക്സ്പീരിമെന്റ്സ്. ഇപ്പൊ കുട്ടിക്ക് തന്നെ ഒരു സോഡിയത്തിന്റെ ഒരു പീസ് എടുത്ത് വെള്ളത്തിലിടാൻ ഒരു അവസരം കൊടുത്തു. കുട്ടി തന്നെ അത് ഒബ്സർവ് ചെയ്യാണ്. നമ്മളിട്ട സോഡിയത്തിന്റെ പീസ് വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടി നടന്ന് കത്തുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പേഴ്സണൽ എക്സ്പീരിയൻസസ് കുട്ടിയുടെ ലേണിംഗിൽ കുറച്ചുകൂടി ബെറ്റർ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പൊ ഇങ്ങനെ ലേണറിൽ ഉണ്ടാകുന്ന റിഫ്ലക്ഷൻസ്, പുതിയ സ്കിൽസ്, പുതിയ ആറ്റിറ്റ്യൂഡ്, പുതിയ മൈൻഡ് സെറ്റ്, ഇതൊക്കെ ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലാവണം. അതിനു വേണ്ടിയിട്ട് ടീച്ചർ പ്രോത്സാഹനം കൊടുക്കുകയും വേണം. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പഠനം നടത്താം എന്ന് പ്രപ്പോസ് ചെയ്തത് ഡേവിഡ് എ കോൾബാണ്. അപ്പൊ അനുഭവങ്ങളുടെ പരിവർത്തനത്തിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസസിന്റെ ട്രാൻസ്ഫോർമേഷനിലൂടെ നോളജ് ഡെവലപ്പ് ചെയ്യുന്ന പ്രക്രിയയാണ് ലേണിംഗ് എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? കോൾബ് അഭിപ്രായപ്പെടുന്നത്. കോൾബിന്റെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിൽ 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഉള്ളത്. ഇതിനെ വേണമെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സൈക്കിൾ ആയിട്ടും ചിത്രീകരിക്കാം. അങ്ങനെ നമുക്ക് പറയാം.
ഇപ്പൊ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഫീലിങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അടുത്തത് റിഫ്ലക്റ്റീവ് ഒബ്സർവിംഗ് ആണ്. റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ അത് വാച്ചിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അബ്സ്ട്രാക്ട് കോൺസെപ്റ്റലൈസേഷൻ അവിടെ തിങ്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ആണ് ആക്ച്വലി എന്ത് വരുന്നത്, ഒറ്റ സെക്കൻഡ് കേട്ടോ, പേജ് എവിടെയോ പോയി. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ആണ് ആക്ച്വലി ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. ഇപ്പൊ ടോട്ടല് 4 ഘട്ടങ്ങളാണുള്ളത്. ഈ 4 ഘട്ടങ്ങൾ ആക്ച്വലി ഒരു സൈക്കിൾ പോലെയാണ് നടക്കുക. ആ സൈക്കിളിന്റെ പിക്ചർ നിങ്ങൾക്ക് തൊട്ട് താഴെ കാണാം. ഓക്കെ, കോൺക്രീറ്റ് എക്സ്പീരിയൻസ്, കുട്ടിക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകൾ മനസ്സിൽ കോൺക്രീറ്റൈസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ്. അത് കുട്ടിയുടെ ഫീലിംഗ് എന്ന് പറയുന്ന ലെവലിലാണ് ടച്ച് ചെയ്യുക. കുട്ടി കണ്ട കാര്യങ്ങളെ കുറിച്ച് റിഫ്ലക്റ്റീവ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ ആണ് അവിടെ നടത്തുന്നതെന്ന് വിചാരിക്കും. അവിടെ കുട്ടി കണ്ട കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങും, റിഫ്ലക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ റിഫ്ലക്റ്റീവ് ജേണലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മയിൽ തന്നെ റിഫ്ലക്ഷൻ എന്നുള്ള വാക്കിനെ എടുക്കണേ. അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നതാണ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കണ്ട കാര്യങ്ങൾ, കുട്ടി അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് അത് സ്ഥിരമായിട്ട് നിലനിർത്താണ്. അപ്പൊ അവിടെ തിങ്കിങ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അടുത്താണ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ. ഈ ഒരു സെക്ഷനിൽ കുട്ടിക്ക് കിട്ടിയ അറിവുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യായിരിക്കും, പുതിയ കോൺസെപ്റ്റുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അത് എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ്. ഈ 4 പ്രോസസ്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് കടന്നു പോകുന്നത്. അപ്പൊ കോൺക്രീറ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ്. അബ്സ്ട്രാക്ട് കോൺസെപ്റ്റലൈസേഷൻ എന്ന് പറയുന്നത് അനുഭവം പ്രതിഫലിപ്പിക്കുന്നതാണ്. അത് ആശയങ്ങൾ രൂപീകരിച്ചാണ് ആ റിഫ്ലക്ഷൻസ് നടക്കുക. ഇനി റിഫ്ലക്റ്റീവ് ഒബ്സർവേഷൻ, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ആസിഡും മെറ്റലും തമ്മിലുള്ള റിയാക്ഷൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. ആസിഡും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ചിലതിൽ ബബിൾസ് വരും, ചിലതിൽ ബബിൾസ് വരില്ല. ചില മെറ്റൽസ് കോൾഡ് വാട്ടറിൽ ഇട്ടാലും റിയാക്ട് ചെയ്യും, ഹോട്ട് വാട്ടറിൽ ഇട്ടാലും റിയാക്ട് ചെയ്യും. ചിലത് ഹോട്ട് വാട്ടറിൽ ഇട്ടാൽ മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസസ് ആണ് ഈ ഓരോന്നും. ഇതില് കുട്ടിക്ക് ചിലപ്പോൾ ചില എക്സ്പെരിമെന്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഫെയിൽ ആവാം, ചിലത് ചെയ്യാൻ ശ്രമിച്ചിട്ട് വിജയിച്ചിട്ടുണ്ടാവാം. അപ്പൊ ഇങ്ങനെ വിജയിച്ചത് എന്തുകൊണ്ട്, വിജയിക്കാതിരുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ റീതിങ്ക് ചെയ്യാൻ ഉള്ള അവസരമാണ് റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ, കുട്ടിക്ക് കിട്ടിയ അറിവ് ഉപയോഗിച്ച് ബാക്കി കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നു. ഈ ഒരു സെക്ഷനിൽ നമുക്ക് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, എന്തുകൊണ്ടാണ് ഇപ്പൊ പിക്കിൾസ് ഒക്കെ ഇരിക്കുന്ന ചെപ്പിന് നമ്മളത് ചില്ലിന്റെ ചെപ്പുകളോ പ്ലാസ്റ്റിക്കിന്റെ ചെപ്പുകളോ ഒക്കെയാണ് വെക്കാറ്, എന്തുകൊണ്ടാണ് മെറ്റൽ ചെപ്പുകൾ അതിനെ വെക്കാത്തത്? അല്ലെങ്കിൽ നമ്മൾ ലാബിലൊക്കെ ഉപയോഗിക്കുന്ന ആസിഡ് ബോട്ടിൽസ് എന്തുകൊണ്ടാണ് ഗ്ലാസിന്റെ, എന്തുകൊണ്ട് നമ്മൾ മെറ്റലിന്റെ ഉപയോഗിക്കുന്നില്ല? ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ കുട്ടിക്ക് ലഭിച്ച അറിവ് ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അവസരം കൊടുക്കും, അല്ലെ? അതാണ് ആക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പ്രോബബിൾ ആയിട്ട് തൊട്ട് ഫ്രണ്ടിൽ ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാനും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കൊടുക്കാനൊക്കെ കുട്ടിക്ക് തന്നെ സാധിക്കുകയാണ് ഈ ഒരു എബിലിറ്റി വഴി. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് പൊതുവെ 2 ടൈപ്പ് ആയിട്ട് പറയാറുണ്ട്. ഒന്ന് ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്. അതിന് എക്സാമ്പിൾ ആണ് റോൾ പ്ലേ, കേസ് സ്റ്റഡി, സിമുലേഷൻ. അത് സിമുലേഷൻസ് ഒക്കെ പറയുമ്പോൾ 2 ടൈപ്പ് സിമുലേഷൻസ് നമ്മൾ പറയാറുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി. ഇതൊക്കെ എന്തിൽ തന്നെ ഉൾപ്പെടുത്താം, ക്ലാസ് റൂം അധിഷ്ഠിത പഠന രീതിയിൽ ഉൾപ്പെടുത്താം, ക്ലാസ് റൂം ബേസ്ഡ്. മറ്റൊന്നാണ് ഫീൽഡ് ബേസ്ഡ് പഠന രീതികൾ. ഇവിടെയാണ് ഇന്റേൺഷിപ്പുകൾ, അല്ലെങ്കിൽ ഫീൽഡ് വിസിറ്റുകൾ, സർവീസ് ലേണിംഗ്, ഇതൊക്കെ വരുന്നത് ഫീൽഡിലാണ്. ഓക്കെ, അപ്പോ നമ്മളെപ്പോഴും പറയാറുണ്ട് ചില ഫീൽഡ് വിസിറ്റുകളൊക്കെ കുട്ടികൾക്ക് പുതിയ അനുഭവങ്ങളൊക്കെ കൊടുക്കുന്നു, അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങൾ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൊക്കെയാണ് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവുക.
ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ കൃഷി, നെല്ല് കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നെല്ല് എന്താണെന്ന് കാണാത്ത, നെൽപ്പാടം എങ്ങനെയാണ് സെറ്റ് ചെയ്യണേന്ന് അറിയാത്ത, അവിടെ എങ്ങനെയാണ് ഞാറ് നടണേന്ന് അറിയാത്ത കുട്ടികളായിരിക്കും മിക്കവാറും നമ്മുടെ കൂടെ ഉണ്ടാവുക. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അനുഭവം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി അത് ജീവിച്ചിരിക്കുന്ന കാലത്തോളം മറക്കില്ല, അല്ലെ? അപ്പൊ എന്താണ് കൃഷിയെന്നും കൃഷിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ കുട്ടിക്ക് ഈസി ആയിട്ട് കുട്ടിയുടെ എക്സ്പീരിയൻസിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളോടും ഉള്ളൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരം എക്സ്പീരിയൻസസ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി. ഓക്കെ, ഇത് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ വളരുന്ന ഒരു നോളജ് മെത്തേഡാണ്. കുട്ടിയുടെ സ്വന്തം എക്സ്പീരിയൻസസിന്റെ അടിസ്ഥാനത്തിൽ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് നെഗോഷ്യബിലിറ്റി എന്ന് പറയാം. സ്വന്തം എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ നിന്ന്, സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് കുട്ടിക്ക് സ്വാഭാവികമായിട്ടും പഠിച്ചെടുക്കാൻ പറ്റൂല. അത്തരത്തിലുള്ള ലേണിങ്ങിനെയാണ് നമ്മൾ സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയാം. ഈ സിറ്റുവേറ്റഡ് ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് ജീൻ ലേവും 18 വെങ്ങർ, ഈ 2 സയന്റിസ്റ്റുകൾ ചേർന്നിട്ടാണ് എന്ത് ഡെവലപ്പ് ചെയ്തത്? സിറ്റുവേറ്റഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു മെത്തേഡിന്റെ ഏറ്റവും കാതലായിട്ടുള്ള പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹാർട്ട് എന്നൊക്കെ പറയും, അത്രയും കോർ ആയിട്ടുള്ള ഒരു തീം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന കാര്യവും പഠനം സാധ്യമാക്കുന്ന സോഷ്യൽ എൻവയോൺമെന്റും ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് സിറ്റുവേറ്റഡ് ലേണിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പഠനം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? സോഷ്യൽ സിറ്റുവേഷൻ വേണം. സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടെങ്കിലേ പഠനം നടത്താനും പറ്റും. അങ്ങനെ പരസ്പരം തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഈ ഒരു ആശയത്തിന്റെ പുറത്താണ് സിറ്റുവേറ്റഡ് ലേണിംഗ് എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനില്ല. എന്താണത്, അത് കൊണ്ടുവന്നത് ആരാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാനുള്ളൂ. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ്. ഓക്കെ, നമ്മൾ അപ്രന്റീസ് ആയിട്ട് ചേരാന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? അപ്രന്റീസ് ആയിട്ട് ചേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, സ്കിൽഡ് ആയിട്ടുള്ള ഒരു ആളുടെ കീഴിൽ പഠിക്കാനായിട്ട് കയറുന്നതിനാണ് നമ്മൾ അപ്രന്റീസ് ആയിട്ട് കയറുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് കയറുമ്പോൾ ഗുണം എന്താ? നമ്മുടെ തിങ്കിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്യും, അപ്പോൾ ട്രാൻസ്ജെൻഡൽ തിങ്കിങ് സ്കില്ലും ഡെവലപ്പ് ചെയ്യും. ഈ ഒരു മെത്തേഡിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് നമ്മൾ ആള് ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്ത് പഠിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ പോകുന്ന സമയത്ത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ കാണാറുണ്ട്. ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളായിരിക്കും, ചില സ്ഥലങ്ങളിൽ നമ്മുടെ കൂടെയുള്ളവരുടെ ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യും. അങ്ങനെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ ഒബ്സർവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് രീതിയിലാണ് ക്ലാസ് എടുക്കേണ്ടത്, ഇപ്പൊ പോകുന്ന മെത്തേഡ് ഏതാണ്, എങ്ങനെ പഠിപ്പിച്ചാലാണ് എഫക്റ്റീവ് ആകുക, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡെമോൺസ്ട്രേഷൻ ഹെൽപ്പ് ചെയ്യുക. സ്കഫോൾഡിംഗ് പ്രൊവൈഡ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മോഡലിംഗ് എന്നുള്ള മെത്തേഡാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കാണിച്ചു കൊടുക്കും, ഇതുപോലെ ചെയ്യാനായിട്ട് അവസരം കൊടുക്കാം. സ്കഫോൾഡിംഗ് കൊടുത്തിട്ടുള്ള ഭയങ്കര കോർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര ഇന്റൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ്, അതിന് നമ്മൾ കോച്ചിങ് എന്നൊക്കെ പറയുന്നത് അല്ലെ? ഇന്റൻസീവ് ട്രെയിനിങ്ങിനെയാണ് കോച്ചിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ബാസ്കറ്റ് ബോൾ, ക്രിക്കറ്റ്, ഇതിനൊക്കെ കോച്ചിങ് എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ഗൈഡൻസ് എന്നല്ല പറയാം. അതെന്തുകൊണ്ടാണ്? അതൊരു തീവ്ര പരിശീലനമാണ്, അതുകൊണ്ടാണ് അതിനെ കോച്ചിങ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ സ്കഫോൾഡിംഗ്, കൃത്യമായിട്ട് കുട്ടിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് പ്രൊവൈഡ് ചെയ്തിട്ട് നടത്തുന്ന പരിശീലനത്തിനെയാണ് നമ്മൾ കോച്ചിങ് എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് ഉപയോഗിക്കുന്ന മറ്റ് മെത്തേഡ്സ് ആണ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി പഠിച്ച കാര്യങ്ങളെ കുറിച്ച് റീതിങ്ക് ചെയ്യുന്നത്, അനാലിസിസ് ആൻഡ് അസസ്മെന്റ്, സ്വയം ഐഡന്റിഫൈ ചെയ്യല്, അനലൈസ് ചെയ്യല്, ഇങ്ങനെയുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമാണ് എന്ത് കംപ്ലീറ്റ് ആവുള്ളൂ?
നമ്മളിപ്പോ പറഞ്ഞ കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്, കോൺസെപ്റ്റ് മാപ്പിംഗ്. കോൺസെപ്റ്റ് മാപ്പിംഗ് എന്താണെന്ന് നമ്മൾ BEd പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട്. നമുക്കതൊരു ആക്ടിവിറ്റി ആയിട്ടൊക്കെ ചിലർക്ക് ചെയ്യാനുണ്ട്. കോൺസെപ്റ്റ് മാപ്പിംഗ് എന്നുള്ള ഐഡിയോളജി ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജോസഫ് ഡി നൊവാക്ക് ആണ്. ആ പേര് ഓർത്തു വെക്കണം, അത് എക്സാമിന് 2-3 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജോസഫ് ഡി നൊവാക്ക് 1970-ലാണ് ജോസഫ് ഡി നൊവാക്കും ആളുടെ ഒരു കോവർക്കേഴ്സും ചേർന്നത് കണ്ടെത്തിയത്. അപ്പൊ ഇതില് സെൻട്രൽ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും, അതിനോട് ചേർന്നിട്ടുള്ള ചില സബ് കോൺസെപ്റ്റ്സ് ഉണ്ടാവും. ഇവരെ ലൈൻസും ആരോസും ഒക്കെ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോൺസെപ്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആരോ മാർക്കിന്റെയും ലിങ്കിന്റെ ഒക്കെ അടുത്തായിട്ട് എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് ബൈ വേർഡ്സ്, ലിങ്കിങ് വേർഡ്സ് എന്നാണ് അതിന് പറയാ. അവിടെ ആ ലൈൻസിന്റെ അടുത്ത് നമ്മൾ അതിന് രേഖപ്പെടുത്താറുണ്ട്. ഇതില് ആദ്യം ഒരു സെൻട്രൽ തീം ഉണ്ടാവും, അതിൽ നിന്ന് വളർന്നു വരുന്ന രീതിയിൽ സബ് തീംസും കൊടുക്കും. ഇപ്പൊ ജനറൽ ആശയങ്ങളും അതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള തീംസിലേക്കും വരുന്ന രീതിയിലാണ് നമ്മൾ എന്ത് അറേഞ്ച് ചെയ്യാം, ഈ ഒരു കോൺസെപ്റ്റ് അറേഞ്ച് ചെയ്യാം. ഇപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ എന്താണ് നോക്കി. വാട്ട് ഈസ് എഡ്യൂക്കേഷൻ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്? കൺസിസ്റ്റ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഡയറക്ട്ലി എന്തിനാണ് എഫക്ട് ചെയ്യുന്നത്? ഫ്യൂച്ചർ ജനറേഷനെ എഫക്ട് ചെയ്യുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ത് 2 കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? പോസിറ്റീവ് ആക്ഷനും നെഗറ്റീവ് ആക്ഷനും. പോസിറ്റീവ് ആക്ഷൻ എന്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്നു? ഫ്യൂച്ചർ ജനറേഷനിലേക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പോസിറ്റീവ് ആക്ഷനും നെഗറ്റീവ് ആക്ഷനും ഫുൾഫിൽ ആവുന്നത് എങ്ങനെയാണ്? പ്രസന്റ് ജനറേഷന്റെ ആക്ഷനിലൂടെയാണ്. അപ്പൊ ഒരു സെൻട്രൽ തീമിൽ നിന്ന് വളർന്നു വരുന്ന രീതിയിൽ ലൈൻസും അതുപോലെ തന്നെ ആരോസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ഡെവലപ്പ് ചെയ്യുക? കോൺസെപ്റ്റ് മാപ്പ് ഡെവലപ്പ് ചെയ്യുക. ഈ ഒരു ഐഡിയോളജി ഡെവലപ്പ് ചെയ്തത് ജോസഫ് ഡി നൊവാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഇനി ഇതുവരെ പഠിച്ച കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. പഠനത്തിന് സോഷ്യൽ ആയിട്ടുള്ള ഇടപെടലിന് പ്രാധാന്യം നൽകിയ ഒരു സയന്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആണ് വൈഗോട്സ്കി. ഒരു വ്യക്തിക്ക് പഠനത്തിൽ സ്വന്തമായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നിലയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. മറ്റുള്ളവരുടെ സഹായത്തോടെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഹയർ ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 ലെവലിനും ഇടയിലുള്ള സോണിനെ പറയുന്ന പേരെന്താണ്? ആ സോണിന്റെ പേരാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അതിന് പക്ക മലയാളമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ, ഞാൻ ഇംഗ്ലീഷിലേക്ക് ആക്കി തരാം. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അതാണ് അതിന്റെ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഒരു ശിശു നിലവിലുള്ള ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിന്ന് കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്ന പ്രക്രിയനെ പറയുന്ന പേരാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഓക്കെ, അതിന്റെയും ഉത്തരം എന്ത് തന്നെയാണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്നാണ്. ഇനി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം കൊണ്ടുവന്നത് ആരായിരിക്കും? വൈഗോട്സ്കി ആണോ? അതെ, കറക്റ്റ് ആണ് അല്ലേ? ഇനി ലേണിംഗ് സിറ്റുവേഷനിൽ ടീച്ചർ ഒരു കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സ്കഫോൾഡിംഗ്. ഓക്കെ, സ്കഫോൾഡിംഗ്. ഇനി താഴെ പറയുന്നവയിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധമില്ലാത്ത മെത്തേഡ് ഏതാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നെ നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ സംഘപഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ലേണിംഗ്. സഹവർത്തിത്വ പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്. സി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏകവ്യക്തി പഠനം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ലേണിംഗ്. സഹകരണാത്മക പഠനം കോപ്പറേറ്റീവ് ലേണിംഗ്. ഓക്കെ, അപ്പൊ ഇത് കൊളാബറേറ്റീവ് കേട്ടോ, അതുകൊണ്ട് മാറിപ്പോയതാണ്. ഇത് ഗ്രൂപ്പ് ലേണിംഗ്. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എവിടെ പഠിച്ചിട്ടുണ്ട്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസിന്റെ മെത്തേഡിൽ പഠിച്ചിട്ടുണ്ട്. ഇത് കൊളാബറേറ്റീവ് ലേണിംഗ്.
അടുത്തത് ഇൻഡിവിജ്വൽ ലേണിംഗ്. ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് ലേണിംഗ്. അപ്പൊ ഇതിൽ ഏത് മെത്തേഡാണ് സ്യൂട്ടബിൾ അല്ലാത്തതെന്ന് പറഞ്ഞാൽ മതി. 4 ഓപ്ഷനിൽ ഏത് മാത്രമാണ് സ്യൂട്ടബിൾ അല്ലാത്തുള്ളൂ, ഗ്രൂപ്പ് മെത്തേഡ് അല്ലാത്തുള്ളൂ, ഇൻഡിവിജ്വൽ ലേണിംഗ് മാത്രമേ ഉള്ളൂ? നമുക്ക് എന്തായിട്ട് ഡയറക്റ്റ് ഉത്തരം എഴുതാം. ഈ സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏത് മെത്തേഡാണ് എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിന് ഉത്തരം എഴുതാൻ ഏറ്റവും എളുപ്പം എന്താണെന്ന് അറിയാം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുക. അതില് ഗ്രൂപ്പ് ആക്ടിവിറ്റി അല്ലാത്തത് ഏതാണെന്ന് ക്ലിക്ക് ചെയ്താൽ മതി. സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളാണെങ്കിലും ഒരുവിധം എല്ലാം ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ കൂടെ മുന്നോട്ട് പോകുള്ളൂ. അപ്പൊ ഗ്രൂപ്പ് അല്ലാത്ത ഏതാണോ വരുന്നത് അതിനെ നമുക്ക് ആൻസർ ആയിട്ട് പിക്ക് ചെയ്യാം. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒരു ടീച്ചർ ക്ലാസ്സിൽ നൽകിയ മാത്സ് പസിലിന് ഒരു കുട്ടിക്ക് ആതിരയ്ക്ക് സ്വന്തമായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷെ അധ്യാപിക വന്ന് ചില സൂചനകൾ കൊടുത്തപ്പോൾ അല്ലെങ്കിൽ ചില എക്സ്പ്ലനേഷൻസ് കൊടുത്തപ്പോൾ ആതിര സ്വന്തമായിട്ട് അതിന് ഉത്തരം കണ്ടെത്തി. ഇത് ഏത് സൈക്കോളജിക്കൽ കോൺസെപ്റ്റുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്? കണ്ടെത്തൽ പഠനം എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ലേണിംഗ് ആണ്. അതാണോ? ഡിസ്കവറി ലേണിംഗുമായിട്ട് ബന്ധമുണ്ടോ? ഹെൽപ്പ് ചെയ്യുന്നത് ഇല്ല. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് തട്ടിക്കളയാം. അടുത്തതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അതായിട്ട് ബന്ധമുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിലവിലുള്ള ലെവലിൽ നിന്ന് ഒരു കൈത്താങ്ങ് കിട്ടിയാൽ മാത്രം ഹയർ ലെവലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഡെവലപ്മെന്റ്. അടുത്ത നോക്കൂ, മനോവ്യാപാര പൂർവഘട്ടം. മാതൃക കാണിക്കൽ. മാതൃക കാണിക്കൽ എന്ന് പറഞ്ഞാൽ മോഡലിംഗ് എന്നാണ്. മോഡലിംഗ്. ഈ മനോവ്യാപാര പൂർവഘട്ടം എന്ന് പറയുന്നത് നമ്മള് ഇതിനു മുമ്പ് പഠിച്ചൊരു തിയറിയിൽ വരുന്നതാണ്. അതിന്റെ കറക്റ്റ് വാക്ക് ഞാൻ മറന്നുപോയി, അത് വിട്ടേക്കൂ. ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഉത്തരത്തേക്ക് കടക്കാം എന്ന് തോന്നുന്നു. ഏതായിരിക്കും? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് മാത്രമാണ് ഇവിടെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളൂ? ജ്ഞാന നിർമ്മിതിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൂ അല്ലെ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പിതാവ് ആരാണ്? ഡയറക്റ്റ് ഉത്തരം എഴുതാം, വൈഗോട്സ്കി. ഈ താഴെ തന്നിരിക്കുന്നതിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതാണ് ചോദിച്ചേക്കുന്നത്? ഒന്നാമത്തെ നോളജിന്റെ പ്രൊവൈഡ് ചെയ്യുന്ന ആള്. അടുത്തത് പഠന പങ്കാളി. പഠന പങ്കാളി എന്നാണ് അത്. പഠിക്കാനായിട്ട് ഒപ്പം നിൽക്കുന്ന ആളാണ്. ഫെസിലിറ്റേറ്റർ. ജനാധിപത്യവാദിയായ സംഘത്തലവൻ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ലീഡർ. ഇതിൽ ഏതാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതാണ്? ടീച്ചർ ഫെസിലിറ്റേറ്റർ ആണ്, ഗ്രൂപ്പ് ലീഡർ ആണ്, ഒരു പഠനത്തിൽ പങ്കാളിയാവുന്നുണ്ട്. ഇതിലല്ലാത്തത് ഏതാണ്? അറിവിന്റെ ദാതാവ്. അറിവിന്റെ ദാതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡർ ഓഫ് നോളജ്. അത് എവിടെയായിരിക്കും വരണുണ്ടാവുക? ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന തിയറീസിലാണ് ഏത് ഉൾപ്പെടുന്നത്? അറിവിന്റെ ദാതാവായിട്ട് ടീച്ചർ വരുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉത്തരം മാത്രമാണ് ഇവിടെ നമുക്ക് ഒഴിവാക്കി കളയാനുള്ളത്. അടുത്ത് നോക്കുക, റെസിപ്രോക്കൽ ടീച്ചിങ്. അത് ആരുടെ ഐഡിയോളജി പ്രകാരമാണ് ഫോം ചെയ്തിട്ടുള്ളത്? വൈഗോട്സ്കിയുടെയാണ്. അതിപ്പോ നമുക്ക് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി കുട്ടിയുടെ ബുദ്ധിവികാസത്തില് സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് പഠിച്ചതാരാണ്? വൈഗോട്സ്കിയാണ് അല്ലെ? പ്രതിക്രിയ അധ്യാപനം എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ടീച്ചിങ്, അത് ആരുടെ ആശയമാണ്? അത് വൈഗോട്സ്കിയുടെ ആശയമാണ്. വായനാ പരിശീലനത്തിനായിട്ട് വൈഗോട്സ്കിയുടെ ആശയത്തിൽ നിന്ന് രൂപീകരിച്ച രീതിയാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ പറയുന്നതിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലാത്തത് ഏത്? സംഘപഠനം ആണല്ലേ? സഹവർത്തിത പഠനം അതുമാണ്. ആവർത്തിച്ച് ഉരുവിട് പഠിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ രാമ 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 എന്ന് ജപിക്കാന്ന് പറയില്ലേ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. ആ മെത്തേഡ് അത് മാത്രമാണ് ഇതിൽ ഉൾപ്പെടാത്തതുള്ളൂ. സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സുമായിട്ട് ബന്ധമില്ലാത്തതുണ്ട്. ഇനി ഇവിടെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട്
ഇതിൽ ഈ സഹവർത്തിത്വ പഠനം വൈഗോട്സ്കി വന്നതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ എടുത്തു വെച്ചത് കേട്ടോ. ഇത് കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, നമ്മൾ ആൻസർ ചെയ്യുന്നത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് തന്നതാണ്. അതിൽ 1-2 എണ്ണം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. പിന്നെ മലയാളത്തിലാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ മലയാളം ക്വസ്റ്റ്യൻ ഇട്ടത് കേട്ടോ. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ആക്കിയിട്ട് ഇട്ട് തരാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലേക്ക് അതിന്റെ കറക്റ്റ് ഉത്തരങ്ങൾ വരുന്ന രീതിയിൽ ഞാൻ ഇട്ട് തരാം. ഓക്കെ, ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് പതിയെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ.